വിച്ച് സ്റ്റെപ്പ് ഓഫ് ദ ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഓക്കെ, ഫസ്റ്റ് ക്രിസ്റ്റൽ വയലറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ എല്ലാം ബ്ലൂ പോലെ ഇരിക്കും. ഈ ഫസ്റ്റ് പിക്ചർ കണ്ടോ? അപ്പോൾ പിന്നെ എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി അയഡിനാണോ? അയഡിൻ ആഡ് ചെയ്യുമ്പോഴും കണ്ടോ ഒരേപോലെ തന്നെ ഇരിക്കും. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അയഡിൻ എന്ന് പറയുന്നത് എന്താണ്? മോർഡൻ്റ് ആണ് അല്ലേ? അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡീക്ലറൈസേഷൻ വിത്ത് എഥനോൾ ഓർ അസറ്റോൺ, അത് നോക്കിയേ. ആ സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പാണ്. നമ്മൾ ഡീക്ലറൈസർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തായി? കണ്ടോ ഗ്രാം നെഗറ്റീവ് കളർലെസ് ആയി. കണ്ടോ, കളർലെസ് ആയി ഗ്രാം നെഗറ്റീവ്. അപ്പോൾ നമുക്ക് ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലാണ് എന്താണ്? സാഫ്രാനിന് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രാം നെഗറ്റീവ് പിങ്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഡീക്ലറൈസേഷൻ വിത്ത് എഥനോൾ ഓർ അസറ്റോൺ. ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് എന്താണ്? വിച്ച് സ്റ്റെപ്പ് ഓഫ് ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസിയേഷൻ ഓഫ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അപ്പോൾ ആൻസർ എന്താണ്? ഡീക്ലറൈസേഷൻ വിത്ത് എഥനോൾ ആൻഡ് അസറ്റോൺ. അതായത് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? കൗണ്ടർ സ്റ്റെയിനിങ് വിത്ത് സാഫ്രാനിൽ നമുക്ക് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷേ അതിന് മുമ്പത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഗ്രാം പോസിറ്റീവ്, ഇത് ഗ്രാം നെഗറ്റീവ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വരുന്നത് കേട്ടോ.